നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലെബനിൽ യുദ്ധം തുടങ്ങിയ ശേഷമുള്ള ഏറ്റവും കടുത്ത ആക്രമണവുമായി ഇപ്പോൾ ഇസ്രായേൽ രംഗത്ത് വരികയാണ്. ആക്രമണത്തിൽ ഇപ്പോൾ 100-ലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും ശക്തമായ ബോംബിംഗ് ആണ് ഇപ്പോൾ ലെബനനിൽ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള അന്താരാഷ്ട്ര നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഇറാൻ അമേരിക്ക വെടിനിർത്തൽ കരാർ തകർച്ചയുടെ വക്കിലെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ലെബനനിൽ ഇസ്രായേൽ നടത്തിയ അതിശക്തമായ ബോംബാക്രമണങ്ങളും ഹോർമസ് കടലിടുക്കിൽ ഇറാൻ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും മേഖലയെ വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ നിഴലിലാഴ്ത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇറാൻ എന്ന നാഗരികതയെ മൊത്തത്തിൽ അങ്ങ് ഇല്ലാതാക്കുമെന്ന് ട്രംപ് വെല്ലുവിളിച്ചിരുന്നു. പക്ഷേ ആ ഒരു വെല്ലുവിളി അത് ആ സമയത്തോട് അടുക്കുന്നതിന് കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പായിരുന്നു ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത്. ഇപ്പോഴും അത് പൂർണ്ണമായും ഇരു രാജ്യങ്ങളും അംഗീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും 2 ആഴ്ചത്തേക്ക് ഒരു താൽക്കാലിക വെടിനിർത്തൽ ഇപ്പോൾ അവിടെ നടപ്പിലായിരിക്കുകയാണ്. ഈ ഒരു സമാധാനം അവിടെ വന്നു എന്നുള്ള ഒരു ആശ്വാസത്തിൽ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇസ്രായേൽ ലെബനനിൽ അതിശക്തമായിട്ടുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്ന് ആരോപിച്ച് ഇറാൻ ഇപ്പോൾ ഉടമ്പടിയിൽ നിന്ന് പിന്മാറാൻ ഒരുങ്ങുന്നതായാണ് സൂചന. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ഏറ്റവും വലിയ ഏകോപിത വ്യോമാക്രമണം കരാറിന്റെ ലംഘനമാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി ആരോപിച്ചു. 10 മിനിറ്റിനുള്ളിൽ 100 ഇടങ്ങളിലായിരുന്നു ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ബെയ്റൂട്ട്, തെക്കൻ ലെബനൻ, കിഴക്കൻ ബെക്ക മേഖല എന്നിവിടങ്ങളിലെ ജനവാസ കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടു. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ബുധനാഴ്ച ഉച്ചയോടെ വെറും 10 മിനിറ്റിനിടെ രാജ്യത്തെ വിവിധ ഭാഗങ്ങളായി 100ഓളം കേന്ദ്രങ്ങളിലാണ് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ബോംബ് വർഷം നടത്തിയത്. അതായത് വെറും 10 മിനിറ്റ് കൊണ്ട് ബെയ്റൂട്ടിലെ 100 കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് യുദ്ധവിമാനങ്ങൾ ചീറിയടുക്കുകയായിരുന്നു. 100 ഇടങ്ങളിലാണ് ഒരേ സമയം ഇസ്രായേൽ ഇപ്പോൾ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ജനസാന്ദ്രതയേറിയ ബെയ്റൂട്ട് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും മുന്നറിയിപ്പില്ലാതെ നടത്തിയ ആക്രമണത്തിലും വൻ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തതായാണ് ലെബനൻ ആരോഗ്യ മന്ത്രാലയം നൽകുന്ന പ്രാഥമിക വിവരം. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. കേവലം 10 മിനിറ്റിൽ 100ഓളം ലക്ഷ്യസ്ഥാനങ്ങൾ തകർത്തതായി ഇസ്രായേൽ സൈനിക വക്താവ് അവിചായ് അദ്രായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ള തലവൻ നഈം ഗസീമിനെ ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണമെന്നും ഇസ്രായേൽ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. സെൻട്രൽ ബെയ്റൂട്ടിലെയും വെസ്റ്റ് ബെയ്റൂട്ടിലെയും വാണിജ്യ കേന്ദ്രങ്ങളിലും ഫ്ളാറ്റുകളിലുമാണ് ബോംബുകൾ പതിച്ചത്. നഗരത്തിന് മുകളിൽ കറുത്ത പുകപടലങ്ങൾ ഉയരുകയാണ്. തെക്കൻ ലെബനാൻ, ബെക്ക താഴ്വര, അലേ ജില്ലയിലെ വിവിധ നഗരങ്ങൾ എന്നിവിടങ്ങളിൽ റെസിഡൻഷ്യൽ ബ്ലോക്കുകൾ പൂർണ്ണമായും തകർന്നു. മരണപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും എണ്ണം വളരെ വലുതാണെന്നും തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായി തിരച്ചിൽ തുടരുകയാണെന്നും ലെബനീസ് റെഡ് ക്രോസ് അറിയിച്ചു. തെക്കൻ ലെബനിൽ നിന്ന് പലായനം ചെയ്തെത്തിയ 10,000-കണക്കിന് അഭയാർത്ഥികൾ തങ്ങുന്ന നഗരങ്ങളിലാണ് ഇസ്രായേൽ മുന്നറിയിപ്പില്ലാതെ ബോംബ് വർഷിച്ചത്. ഇത് വലിയ പരിഭ്രാന്തിക്ക് കാരണമായി. ഹിസ്ബുള്ളയുമായി അടുത്ത ബന്ധമുള്ള പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനും പ്രൊഫസറുമായ സാദിഖ് അൽ നബുൽസി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഹിസ്ബുള്ള സ്ഥിരീകരിച്ചു. തീപിടിച്ച കെട്ടിടങ്ങൾക്കിടയിലൂടെ ആംബുലൻസുകൾ ചീറിപ്പായുന്നതും അവശിഷ്ടങ്ങൾക്കിടയിൽ രക്ഷാപ്രവർത്തകർ തിരച്ചിൽ നടത്തുന്നതുമായ കാഴ്ചകളാണ് ലെബനനിലുടനീളം കാണാനാവുന്നത്. പരിക്കേറ്റവരെ കൊണ്ട് രാജ്യത്തെ ആശുപത്രികൾ നിറഞ്ഞു കവിഞ്ഞതോടെ അടിയന്തരമായി രക്തം ദാനം ചെയ്യാൻ ആരോഗ്യ മന്ത്രാലയം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. അമേരിക്കയും ഇറാനും തമ്മിൽ 2 ആഴ്ചത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെയാണ് ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. ഈ വെടിനിർത്തൽ ലെബനന് ബാധകമല്ലെന്ന നിലപാടിലാണ് ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ തങ്ങൾ ആക്രമണം തുടരുമെന്നുള്ള കടുത്ത തീരുമാനം തന്നെയാണ് ഇസ്രായേൽ എടുത്തിരിക്കുന്നത്. വെടിനിർത്തൽ വാർത്ത വന്നതോടെ സ്വന്തം വീടുകളിലേക്ക് മടങ്ങാൻ തയ്യാറെടുത്തിരുന്ന 10,000-കണക്കിന് അഭയാർത്ഥികൾ ഇസ്രായേലിന്റെ പുതിയ ബോംബാക്രമണത്തോടെ വീണ്ടും പെരുവഴിയിലായി. ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിടുന്നതെന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോഴും ജനസാന്ദ്രതയേറിയ നഗരപ്രദേശങ്ങളിലാണ് ബോംബുകൾ വീഴുന്നത്. മാർച്ച് 2-ന് യുദ്ധം പുനരാരംഭിച്ച ശേഷം ലെബനനിൽ ഇതുവരെ 1500-ലധികം പേർ കൊല്ലപ്പെട്ടു. 10 ലക്ഷത്തിലധികം ആളുകൾ പലായനം ചെയ്തതായാണ് കണക്ക്. യുദ്ധം ആരംഭിച്ച് 1 മാസം പിന്നിടുമ്പോൾ ലെബനനിലെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തകർന്ന നിലയിലാണ്. രാജ്യാന്തര തലത്തിൽ സമാധാന ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇസ്രായേൽ ആക്രമണം തുടരുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു.
ലെബനനിലെ ആക്രമണം തുടരുകയാണെങ്കിൽ വെടിനിർത്തലിൽ നിന്ന് പിന്മാറുമെന്ന് ഇറാൻ ഗാർഡുകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ലബനൻ ഈ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമല്ലെന്നാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നിലപാട്. ഇത് ഇരുപക്ഷവും തമ്മിലുള്ള നയതന്ത്ര പോര് മുറുകാൻ കാരണമായി. ആഗോള എണ്ണ വിപണിയുടെ സ്ഥിരയായ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നിയന്ത്രണം കടുപ്പിച്ചതും ലോകരാജ്യങ്ങളെ ആശങ്കയിലാക്കുന്നുണ്ട്. ബുധനാഴ്ച രാവിലെ 2 ടാങ്കറുകളെ കടന്നു പോകാൻ അനുവദിച്ചെങ്കിലും ലെബനനിലെ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ പാത വീണ്ടും അടച്ചു. അനുമതിയില്ലാതെ കടക്കാൻ ശ്രമിക്കുന്ന കപ്പലുകൾ തകർക്കുമെന്ന ഭീഷണിയും ടെഹ്റാൻ ഉയർത്തിയിട്ടുണ്ട്. കൂടാതെ ഓരോ കപ്പലിനും $20 ലക്ഷം വരെ ടോൾ ഏർപ്പെടുത്താനുള്ള ഇറാന്റെ നീക്കം എണ്ണക്കടത്തിനെ പ്രതിസന്ധിയിലാക്കും. ഇറാന്റെ 10 അംഗ സമാധാന പദ്ധതിയോടുള്ള പ്രതികരണം സമ്മിശ്രമാണ്. യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ അവസാനിപ്പിക്കണമെന്ന വൈറ്റ് ഹൗസ് വക്താവ് കരോലിൻ ലിവിറ്റിന്റെ പ്രസ്താവനയെ ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ബാലിബാഫ് തള്ളി. തങ്ങളുടെ വ്യവസ്ഥകൾ അംഗീകരിക്കാതെ സമാധാനം സാധ്യമല്ലെന്നാണ് ഇറാന്റെ പക്ഷം. ട്രംപിന്റെ ടോൾ സങ്കല്പത്തെ ബ്യൂട്ടിഫുൾ തിങ്ക് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചെങ്കിലും സ്വന്തം പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തിന് കനത്ത വിമർശനം നേരിടേണ്ടി വരുന്നുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ പ്രമുഖരായ ലിൻസെ ഗ്രാഹാം ഉൾപ്പെടെയുള്ളവർ സമാധാന കരാറിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും യുറേനിയൻ സമ്പുഷ്ടീകരണം പൂർണ്ണമായും അവസാനിപ്പിക്കാതെ കരാറിൽ ഒപ്പിടുന്നത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും ഇവർ വാദിക്കുന്നു. പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ JD വാൻസ് നടത്തിയ നീക്കങ്ങളെ കോൺഗ്രസിൽ ചോദ്യം ചെയ്യാനാണ് ഇവരുടെ നീക്കം. ട്രംപ് അനുകൂലികളായ പലരും ഈ കരാർ ഇറാന് മുന്നിൽ കീഴടങ്ങുന്നതിന് തുല്യമാണെന്ന് വിമർശിക്കുന്നു. മേഖലയിൽ മറ്റ് രാജ്യങ്ങളെയും യുദ്ധഭീതി ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. സൗദി അറേബ്യയുടെ കിഴക്കൻ പടിഞ്ഞാറൻ എണ്ണ പൈപ്പ് ലൈനിന് നേരെ ഡ്രോൺ ആക്രമണം നടന്നതും സ്ഥിതിഗതികൾ വഷളാക്കി. കുവൈറ്റ് വ്യോമസേന 28 ഡ്രോണുകളെ തടഞ്ഞതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഊർജ്ജ നിലയങ്ങളെയും ജലശുദ്ധീകരണ ശാലകളെയും ലക്ഷ്യംവെച്ചുള്ള ഈ നീക്കങ്ങൾ സൗദി അറേബ്യയെയും UAEയും പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിന്മേൽ ഇറാന്റെ നിയന്ത്രണം ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും സൗദി അനുകൂല നിരീക്ഷകർ വ്യക്തമാക്കുന്നു. ലെബനനിലെ സ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇസ്രായേൽ സൈന്യം ഒരേ സമയം 100-ലധികം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ തകർത്തതായാണ് അവകാശപ്പെട്ടത്. ബെയ്റൂട്ടിലെ ജനവാസ മേഖലകളിൽ നടന്ന ആക്രമണത്തിലും നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടു. ഈ ആക്രമണത്തെ അധിനിവേശ പദ്ധതി എന്നാണ് ഇറാഖും പാകിസ്ഥാനും വിശേഷിപ്പിച്ചത്. ലെബനനെ കരാറിൽ ഉൾപ്പെടുത്താത്തതിനെതിരെ ഇറാൻ കടുത്ത നിലപാടിലാണ്. അമേരിക്കൻ പ്രതിനിധികൾ ചർച്ചകൾക്കായി പാകിസ്ഥാനിലേക്ക് തിരിക്കാനിരിക്കെയാണ് ഇത്രയും വലിയൊരു വിള്ളൽ കരാറിൽ ഉണ്ടായിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് JD വാൻസ്, ജാരദ് കുഷ്നർ തുടങ്ങിയവർ ഇസ്ലാമാബാദിൽ എത്തുന്നതോടെ പുതിയൊരു സമവായത്തിന് ശ്രമിക്കുമെങ്കിലും ലെബനനിലെ സാഹചര്യം ഇതിന് തടസ്സമാകും. വിദേശ ഫണ്ടുകളും ആയുധക്കടത്തും തടയാൻ കപ്പലുകൾ പരിശോധിക്കേണ്ടതുണ്ടെന്നാണ് ഇറാന്റെ വാദം. എണ്ണവിലയിലുണ്ടായ വൻ ഇടിവ് ആഗോള വിപണിക്ക് താൽക്കാലിക ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും ഹോർമുസ് കടലിടുക്കിലെ അനിശ്ചിതത്വം ഈ നില നീണ്ടു നിൽക്കാൻ അനുവദിക്കില്ല. ബ്രന്റ് ക്രൂഡ് വിലയിൽ 13% ഇടിവുണ്ടായിട്ടുണ്ടെങ്കിലും ടോൾ ഏർപ്പെടുത്തുന്നതോടെ വില വീണ്ടും ഉയരാൻ സാധ്യതയുണ്ട്. കപ്പൽ ഗതാഗത ഭീമന്മാരായ മെർസക് പോലുള്ള കമ്പനികൾ മേഖലയിൽ കനത്ത ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്.